ആഭ്യന്തര സംസ്ഥാന പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഒരു പള്ളി വഴി അമേരിക്കയിലേക്ക് കോടിക്കണക്കിന് രൂപ മാറ്റിയെന്നാണ്. മുഖ്യമന്ത്രിക്കെതിരായി പാർട്ടി സെക്രട്ടറിക്കെതിരായി ഗുരുതരമായ ആരോപണം. നിങ്ങൾ ഇടനിലക്കാരനായി വിട്ട മാധ്യമ പ്രവർത്തകൻ, അവനെ അറസ്റ്റ് ചെയ്തോ? ചോദ്യമാണ് ഞങ്ങളുടെ. ഗുരുതരമായ ആരോപണം. മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പണം കടത്തി, കള്ളപ്പണം കടത്തി എന്ന ആരോപണം ഉന്നയിച്ച മാധ്യമ പ്രവർത്തകരെ നിങ്ങൾ അറസ്റ്റ് ചെയ്തോ? സരിത്തിന്റെ ഫോൺ പിടിച്ചു വാങ്ങിയ നിങ്ങൾ ഷാജി കിരണിന്റെ ഫോൺ വാങ്ങിയോ? അവൻ മദ്രാസിൽ പോയി ഫോണിലുണ്ടായിരുന്ന എല്ലാ വിവരങ്ങളും തേച്ചു. തൃശൂർ കളക്ടറേറ്റിന് മുന്നിലെ മാർച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയാണ്. ദൃശ്യങ്ങളിലേക്ക്. AKG സെന്ററിലേക്ക് പടക്കെറിഞ്ഞിരിക്കുന്നത് അത് എന്തായാലും ഞങ്ങളല്ല. കാരണം ഞങ്ങളുടെ കുട്ടികൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി സമരത്തിലാണ്. ആ സമരവും ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും ചോദിച്ച ചോദ്യങ്ങൾ ജനങ്ങൾ ഇന്ന് കേരളത്തിൽ ചോദിക്കുകയാണ്. ആ ചോദ്യമുനകളിൽപ്പെട്ട്, ആ ചോദ്യശരങ്ങളിൽപ്പെട്ട് ഗവൺമെന്റ് പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ അതിന്റെ ഫോക്കസ് മാറ്റണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കില്ല എന്ന് കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ കേസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേസ് അന്വേഷണം നടത്തിയിട്ട് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവർ കണ്ടുപിടിക്കട്ടെ. ആരായാലും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരാകില്ല എന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കുമ്പോൾ പോലീസ് എന്ന് നമുക്ക് നോക്കാം. അല്ല, ജയരാജൻ കഴിഞ്ഞ ഒരു മാസം എത്ര നുണകൾ പറഞ്ഞു. ഒന്ന്, വിമാനത്തിലുണ്ടായ പ്രതിഷേധത്തിൽ മുഖ്യമന്ത്രി ഉള്ളപ്പോഴാണ് നടത്തിയതെന്ന്, ഇല്ലാത്തപ്പോഴാണ് നടത്തിയതെന്ന് ആദ്യം പറഞ്ഞു. പിന്നെ പറഞ്ഞു, മാറ്റി പറഞ്ഞു ഉള്ളപ്പോഴാണ് നടത്തിയെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞു ആ കുട്ടികൾ രണ്ടുപേരും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു മദ്യപിച്ചില്ലെങ്കിൽ സന്തോഷം എന്ന് പറഞ്ഞു. പിന്നെ ഇന്നലെ പറഞ്ഞു 2 സ്റ്റീൽ ബോംബ് എറിഞ്ഞെന്ന് പറഞ്ഞു. CPM-ന്റെ നേതാക്കന്മാർ ഇന്നലെ എന്തൊക്കെയാ പറഞ്ഞത്? ആ ഓഫീസിന്റെ കെട്ടിടം കിടുങ്ങി, ബോംബറിൽ കെട്ടിടം കിടുങ്ങി. ഇതെന്താണ്, ബാലിസ്റ്റിക് മിസൈലാണ് AKG സെന്ററിലേക്ക് അയച്ചത് കെട്ടിടം കിടുങ്ങാൻ വേണ്ടിയിട്ട്? 10-20 കിലോമീറ്റർ ദൂരയിൽ നിന്ന് അയക്കുന്ന, അല്ലെങ്കിൽ 1000 കിലോമീറ്റർ ദൂരെ നിന്ന് അയക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ അയച്ച് AKG സെന്ററിൽ പെട്ടെന്ന് പറഞ്ഞ മാതിരിയാണ് ഇന്നലെ ശ്രീമതി ടീച്ചർ പറഞ്ഞ കെട്ടിടം കുലുങ്ങി. EP ജയരാജൻ പറയുന്നത് 2 സ്റ്റീൽ ബോംബ് ഉണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെയാണ് ഇവർ തീരുമാനിച്ച? പോലീസ് അന്വേഷണം നടത്തുമ്പോൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ജനങ്ങൾ ഇവർ ഇത്രമാത്രം അപഹാസ്യരാകുമെന്ന് വിചാരിച്ചില്ല. എന്നിട്ട് അതിന്റെ മീതെ ഒരു MLA-യുടെ നേതൃത്വത്തിൽ മുദ്രാവാക്യം വിളിക്കുകയാണ്. രാജസ്ഥാനിലെ IS മോഡൽ കൊലപാതകം, കോൺഗ്രസിന്റെ മൗനം ഈ തീവ്രവാദത്തുള്ള സന്ധി ചെയ്യലല്ലേ? കോൺഗ്രസ് എവിടെയാണ് മൗനം അവലംബിച്ചിരിക്കുന്നത്? രാഹുൽ ഗാന്ധി ഉൾപ്പെടെ, കോൺഗ്രസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും അതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങളൊന്നും ഒരിക്കലും മൗനം പാലിക്കില്ല. ഇതുപോലുള്ള അതിക്രമങ്ങൾ നടന്നാൽ ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഒരുപോലെ എതിർക്കുന്ന ആളുകളാണ്. ഇന്നലെ സലാമിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? അവിടുത്തെ MLA-യുടെ നേതൃത്വത്തിലുള്ള മുദ്രാവാക്യം കൈയും വെട്ടും, കാലും വെട്ടും, തലയും വെട്ടും, അതിൽ കൊണ്ട് കൊടിയും കുത്തും. അപ്പൊ ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് വിളിച്ച മുദ്രാവാക്യം അതും തമ്മിൽ എന്താ വ്യത്യാസം? എന്നെയും KPCC പ്രസിഡന്റിനെയും റോഡിലിറങ്ങിയാൽ കൈക്കരുത്ത് കാണിക്കും എന്നൊരു MLA പോസ്റ്റ് ഇട്ടു. ഈ MLA തന്നെയാണത്. അയാൾക്കെതിരെ ഒരു കേസെടുത്തോ? പിണറായി വിജയനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു പോസ്റ്റ് ഇട്ട കേസെടുക്കോ? പ്രതിപക്ഷ നേതാവിനെ KPCC പ്രസിഡന്റിനെ കൈക്കരുത്ത് കാണിക്കും, വഴിയിലിറങ്ങാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് അയാൾക്കെതിരെ കേസെടുത്ത. അപ്പൊ അയാളുടെ നേതൃത്വത്തിൽ അതിന്റെ അപ്പുറത്ത് നടക്കും. അപ്പൊ CPM നേതാക്കന്മാരെ അപഹാസ്യരായി നിൽക്കുകയാണ്. അവർ കേരളത്തിൽ കലാപം നടത്തി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഭീതിയും വെപ്രാളവുമാണ്, പരിഭ്രാന്തിയുമാണ്. അതിൽ നിന്ന് അദ്ദേഹം എന്തെല്ലാം ചെയ്യണമെന്ന് അദ്ദേഹത്തിനും അറിയില്ല, അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്കും അറിയില്ല. അതാണ് ഇതെല്ലാം തൊട്ടതൊക്കെ പാളിപ്പോകുന്നത്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളിത് ആദ്യമായിട്ട് ഉന്നയിക്കുന്ന ആരോപണമല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേന്ദ്ര ഏജൻസികൾ നടത്തിയിരുന്ന അന്വേഷണം ഒരു സുപ്രഭാതത്തിൽ അവസാനിച്ചു. എല്ലാ അന്വേഷണവും നിന്നൊറ്റ ദിവസം. അത് ഈ സെറ്റിൽമെന്റ് ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ്. ഇന്നിപ്പോ വീണ്ടും മൂടി വെക്കപ്പെട്ട സത്യങ്ങളെല്ലാം ഒന്നൊന്നായി വെളിയിൽ വരുന്നു. അപ്പൊ എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നില്ല? അല്ല, CBI അന്വേഷണം എന്ന് പറയുന്ന കോടതിയുടെ നിയന്ത്രണത്തിലാണ് ഞങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ കേന്ദ്ര ഏജൻസികളൊന്നും വിശ്വാസമില്ല. കാരണം രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യാനും ഇഷ്ടക്കാരെ രക്ഷിക്കാനുമാണ്
കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗിക്കുന്നത്. ഇവിടെ ഇഷ്ടക്കാരാണ് ഇവിടെ ഉള്ളത്. ഈ AK സെന്ററിൽ ഈ സംഭവം ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ് നടക്കുന്നത്. യെച്ചൂരിയും രാഹുലും കേന്ദ്രത്തിൽ അതില് നിങ്ങൾക്ക് പങ്കുണ്ടോ ഇല്ല അത് മറ്റൊരു വിഷയം, അത് അന്വേഷണത്തിൽ തെളിയട്ടെ. പക്ഷേ